അല്പസമയം മുൻപ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പാക് നഗരമായ ലഹോറിൽ സ്ഫോടനം നടന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. പാക് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. 3 തവണ സ്ഫോടനമുണ്ടായി. ഡ്രോൺ ആക്രമണം എന്ന് പോലീസ് പറയുകയാണ്. ഡ്രോൺ വെടിവെച്ചിട്ടുണ്ട് എന്നതാണ് പോലീസിന്റെ അവകാശവാദം. ഉഗ്രശബ്ദവും പുകയും ഉയർന്നു എന്ന് ഇതിൽ പരിഭ്രാന്തരായ നാട്ടുകാർ പറയുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ഭീതിയോടെ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളത്തിന് തൊട്ടടുത്താണ്, സൈനിക വിമാനത്താവളത്തിന് തൊട്ടടുത്ത്, അതായത് വോൾട്ടൺ എയർഫീൽഡിന് തൊട്ട് സമീപത്താണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. അപായ സൈറൺ മുഴങ്ങുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയും ചെയ്തു. ബി ദിലീപ് കുമാർ കൂടിയുണ്ട് വിവരങ്ങളുമായി. ദിലീപ്, ഇന്ത്യയുടെ സൈനിക വിമാനങ്ങൾ ഒക്കെ യുദ്ധവിമാനങ്ങളൊക്കെ വെടിവെച്ചിട്ടു എന്ന അവകാശവാദം ഉന്നയിക്കുന്ന പാകിസ്ഥാൻ, പിന്നീട് അതിന് തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ സമൂഹ മാധ്യമത്തിലുണ്ട് എന്ന് പറയുന്ന അതേ പാകിസ്ഥാൻ തന്നെയാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ വാർത്തയും വരുന്നത്. ഡ്രോൺ വെടിവെച്ചിട്ടു എന്നൊക്കെ പറയുന്നത് അത് എത്രത്തോളം നമുക്ക് വിശ്വാസയോഗ്യമാണ്? പുറത്തുനിന്ന് നിയന്ത്രിക്കുന്ന ഡ്രോൺ എന്നൊക്കെ പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നത് വ്യക്തമാണ്. ഇതിൽ ഏത് തരത്തിലേക്കാണ് ഈ പുറത്തേക്ക് വരുന്ന വാർത്തകളെയൊക്കെ നമ്മൾ മുഖവിലക്കെടുക്കേണ്ടത്? അനുജ, പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ ആരും മുഖവിലക്കെടുക്കുന്നില്ല എന്നത് കഴിഞ്ഞ ദിവസം CNN നൽകിയ അഭിമുഖത്തിൽ തന്നെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പക്കൽ ഈ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ തെളിയിക്കാൻ, ഇന്ത്യയുടെ പങ്കുണ്ടെന്ന് തെളിയിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ പാഴായതാണ്. അതിന് ഒരു തെളിവുമില്ല, സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ എന്ന മട്ടിലുള്ള പ്രതികരണം മാത്രമാണ് ഖ്വാജ ആസിഫിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും ഖ്വാജ ആസിഫിന്റെ ഈ അഭിമുഖം വന്ന് മണിക്കൂറുകൾക്കകം ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും നടുങ്ങിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ നടുക്കം വിട്ടുമാറാത്ത പാകിസ്ഥാൻ ഇപ്പോൾ വീണ്ടും നടുങ്ങിയിരിക്കുകയാണ്. തുടർ സ്ഫോടനങ്ങൾ ലാഹോർ വിമാനത്താവളത്തിന് സമീപം വോൾട്ടൺ എയർഫീൽഡ്, അവരുടെ സൈനിക വിമാനത്താവളമായ വോൾട്ടൺ എയർഫീൽഡിന് സമീപമാണ് തുടർച്ചയായി 3 സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നത്. അത്യുഗ്ര ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ കൊണ്ടുള്ള സ്ഫോടനമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തിയിട്ടില്ല. ആരാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന് അറിവായിട്ടില്ല. ആരും ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. ഒരു ഡ്രോൺ വെടിവെച്ചിട്ടതായി, 5-6 അടി പൊക്കമുള്ള ഒരു ഡ്രോൺ വെടിവെച്ചിട്ടതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിലും, അതായത് ഈ വിഷയങ്ങളിലൊന്നും തന്നെ പാകിസ്ഥാൻ്റെ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ആരാണ് ഇതിൻ്റെ പിന്നിലെന്നോ അല്ലെങ്കിൽ എന്താണ് ലക്ഷ്യമെന്നോ ഒന്നും അറിവായിട്ടില്ല. ജനങ്ങൾ, ഈ പ്രദേശത്തുള്ള ജനങ്ങൾ പരിഭ്രാന്തരായി ഇറങ്ങിയോടി. അപായ സൈറണുകൾ തുടർച്ചയായി മുഴങ്ങി. പാകിസ്ഥാനെ സംബന്ധിച്ച് വീണ്ടും വലിയൊരു ഞെട്ടലും നാണക്കേടും ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ സംഭവത്തിന് പിന്നിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരാണെന്നോ ഈ സ്ഫോടനത്തിൽ എത്ര നാശനഷ്ടമുണ്ടായെന്നുള്ള കാര്യമൊന്നും അറിവായിട്ടില്ല. പാകിസ്ഥാൻ്റേതായ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. ഇത് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ, റോയിട്ടേഴ്സ് എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണ് പാകിസ്ഥാനിലെ ലാഹോറിലുള്ള വോൾട്ടൺ എയർഫീൽഡിന് സമീപം അവിടെ വലിയ അത്യുഗ്രശേഷിയുള്ള സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു. 3 സ്ഫോടനങ്ങൾ തുടർച്ചയായി ഉണ്ടായി എന്ന വിവരം. അനുജ, ഒരുപക്ഷെ ദിലീപ്, ഇതിൽ ആളപായം ഉണ്ടായിട്ടുണ്ടോ എന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ, കാരണം ജനവാസ മേഖലയാണ്, 3 തവണ ഉഗ്ര സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്, പുകയും ഒക്കെ നിറയുന്ന കാഴ്ചകളാണ് കാണുന്നതെന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യാഘാതം എന്നതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ അല്ലേ? അനുജ, അത്തരം വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പാകിസ്ഥാൻ്റേതായ ഒരു പ്രതികരണം വന്നിട്ടില്ല. പാക് മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ റോയിട്ടേഴ്സ്, ഈ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രാജ്യാന്തര ഏജൻസികൾ പലരും തന്നെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ തെറ്റായ അവകാശവാദങ്ങളൊക്കെ അതേപടി എടുത്ത് നൽകിയിരുന്നതാണ്. പക്ഷേ പിന്നീട് മറ്റൊരു രാജ്യാന്തര മാധ്യമം തന്നെ, CNN തന്നെ, പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിൻ്റെ അവകാശവാദം പൊളിച്ചെടുക്കുകയും ചെയ്തു. ഇപ്പോൾ പാകിസ്ഥാൻ്റേതായ ഒരു പ്രതികരണം വന്നിട്ടില്ല. പാക് മാധ്യമങ്ങളാണ് ഈ വാർത്ത നൽകുന്നത്. പക്ഷേ അതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. ജനങ്ങൾ പരിഭ്രാന്തരായി ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളുണ്ട്. വലിയ സ്ഫോടനങ്ങൾ, തുടർച്ചയായ 3 സ്ഫോടനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഈ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ആ പ്രദേശമാകെ വലിയ തോതിലുള്ള പുക കൊണ്ട് മൂടി എന്ന വിവരവും നാട്ടുകാർ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഡ്രോൺ വെടിവെച്ചിട്ടതായുള്ള അവകാശവാദമുണ്ട്. പാകിസ്ഥാൻ്റെ അവകാശവാദങ്ങളെ സംബന്ധിച്ച് അവർ തെറ്റായ ചില അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ് എന്ന കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ ഇത് ഏതായാലും ഈ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ മാത്രമാണ് നമുക്കിപ്പോൾ മുന്നിലുള്ളത്. പാകിസ്ഥാൻ മാധ്യമങ്ങളും റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാനിലെ സൈനിക വിമാനത്താവളം ലാഹോറിന് സമീപം, ലാഹോർ സിയാൽകോട്ട് വിമാനത്താവളങ്ങൾ അടഞ്ഞുകിടപ്പാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അടച്ചിട്ടതാണ് ലാഹോർ സിയാൽകോട്ട് വിമാനത്താവളങ്ങളൊക്കെ.
ഇപ്പോൾ ലാഹോർ വിമാനത്താവളത്തിന് തൊട്ട് സമീപമുള്ള വാൾട്ടൺ എയർഫീൽഡ് അവരുടെ സൈനിക വിമാനത്താവളമാണ്. അവിടെയാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. അവിടെ ഗോപാൽപൂർ, നസീറാബാദ് എന്നീ സ്ഥലങ്ങൾക്ക് സമീപമാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അക്കിറ 5 എന്ന സ്ഥലത്താണ് അത്യുഗ്ര ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ കൊണ്ട് തുടർച്ചയായി 3 സ്ഫോടനങ്ങൾ നടന്നത് എന്ന കാര്യവും അറിവാകുന്നുണ്ട്. ആളപായം ഉണ്ടായിട്ടുണ്ടോ, എത്ര നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇപ്പോഴും ലഭ്യമല്ല. അനുജ, പാക് നഗരമായ ലഹോറിലാണ് സ്ഫോടനമുണ്ടായി. ഇന്ന് രാവിലെ സ്ഫോടനം നടന്നു എന്നതാണ്. 3 തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉഗ്രശബ്ദവും പുകയും ഉയർന്നു. ജനങ്ങൾ പരിഭ്രാന്തരായി അവിടെ നിന്ന് ഇറങ്ങിയോടി. പാക് മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഇതിൽ പ്രതികരണമോ സ്ഥിരീകരണമോ ഉണ്ടായിട്ടില്ല. അപായ സൈറൻ മുഴങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രോൺ ആക്രമണമാണ് നടന്നിട്ടുള്ളത് എന്നതാണ് പാക് പോലീസ് പറയുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഡ്രോൺ വെടിവെച്ചിട്ടുണ്ട് എന്നൊക്കെ കൂടി കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ആളപായം ഉണ്ടായിട്ടുണ്ടോ, ആരാണ് ഇതിന് പിന്നിൽ എന്നതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്.